ഹലോ, ഇന്നും ഒരു ഉച്ച വിശേഷമായിട്ടാണ് കേട്ടോ. ഇന്ന് നമുക്ക് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരുവിധം എല്ലാം തീർന്നു. പച്ചക്കറിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇറച്ചി മീനൊക്കെ നമുക്കിപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ചിക്കൻ കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ ഇത്രയും ദിവസം അങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് അത് അങ്ങനെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം ഇന്ന് കാര്യമായിട്ട് ഫുഡിലേക്ക് വൈകുന്നേരത്തിന് പച്ചക്കറി ഇതിന് വെച്ചുകൊണ്ടൊരു കറി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും ബീൻസും അങ്ങനെ സവാള അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമ്മൾ ഇന്നലെ ചപ്പാത്തി ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന പച്ചക്കറിയുടെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പം ഞാൻ കരുതി ഇത് വെച്ചിട്ട് നമുക്കൊരു ഈസി സിമ്പിളായിട്ടൊരു വെജ് ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെയാകുമ്പോൾ പിന്നെ പിള്ളേർക്ക് വൈകുന്നേരത്തെ കാര്യം കുശാലായിട്ട് കഴിഞ്ഞോളൂ. ഇത്ര ബിരിയാണി റൈസ് ഞാൻ കൊണ്ടുവന്ന് വെക്കണേന്ന് കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് അന്ന് ഓരോ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടായിരിക്കും. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ മിച്ചം വെച്ച് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കിയിട്ടും പിന്നെ നമുക്ക് അല്ലറ ചില്ലറ ഇനി ഓർഡറൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടും പിന്നെ വരുന്നവർക്ക് തന്നെ ആവശ്യമുള്ളവർക്ക് കൊടുത്തയക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് ഇത്ര മുഴുവൊന്നും വേണ്ട കേട്ടോ. നമുക്കൊരു 2.5 ഗ്ലാസ് അരി ഇട്ട് വെച്ചാൽ തന്നെ ധാരാളം ഉണ്ടാവും. ഞങ്ങൾ 3 ആളല്ലേ ഇപ്പോൾ വൈകുന്നേരത്തിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉള്ള സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മണി ഒക്കെ ആയി. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലേക്ക് നിൽക്കണ്ടല്ലോ, അവർ വരുമ്പോഴേക്കും ഇനി അടുക്കളയിൽ നിന്ന് തിരിയണ്ടല്ലോ, നേരത്തെ കാലത്തെ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇതിനൊരുങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഒരു വെജ് ബിരിയാണി ഉണ്ടാക്കാം. സോയാബീനും ഉണ്ട് കേട്ടോ. സോയാബീനോട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ സാധനം. നമ്മൾ പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാറുണ്ട്. കുറച്ച് എന്തെങ്കിലും വെജിറ്റബിൾസും സോയാബീൻ. ഇപ്പോൾ സോയാബീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എഗ്ഗ് വെച്ചിട്ടും ചെയ്യാം. നമ്മളിന്നിപ്പോൾ എഗ്ഗും കാര്യങ്ങളൊന്നുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു 2 ക്യാരറ്റ്, ഇന്നലത്തേലും ഒരു ചെറുത് ബാക്കി ഉണ്ടാവും. അയ്യോ കൂടുന്നുണ്ട്, അതെവിടെയാണെന്നാവോ. ഒരു വലിയൊരു ക്യാരറ്റ്, പിന്നെ ഒരു ഉരുളൻകിഴങ്ങ്, 2 തക്കാളി, ഇത്രയും മതി, കുറച്ച് പിടി മതി. ബീൻസ്, ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിരി വലുതെടുക്കാം. പിന്നെ നമുക്ക് റൈസിലേക്ക് വേണ്ട ഒരു ചെറുനാരങ്ങയുടെ പീസ് അതിനകത്തുണ്ട്. മല്ലിച്ചപ്പും പുതിനയൊക്കെ വാടി ഉണങ്ങി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതെന്തായാലും ഇത് മൊത്തം നമുക്കൊന്ന് എടുത്ത് തീർക്കാം. അതുകൊണ്ട് അപ്പം ഇതൊക്കെ കൂടെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വെട്ടി കഴുകി വൃത്തിയാക്കി റെഡിയാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇത് വലിയ പാടൊന്നുമില്ല. മറ്റേ ബിരിയാണി കഴിക്കണ പോലെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വെജിറ്റബിൾ ബിരിയാണി ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ആ വെജിറ്റബിൾസ് പിള്ളേർക്ക് കിട്ടാനും പച്ചക്കറി ഒന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ടയും കൂടെ വെച്ച് കഴിഞ്ഞാൽ, ഇനി ചിക്കൻ ഉണ്ടെങ്കിൽ 2 കഷ്ണം ചിക്കനും കൂടെ പൊരിച്ച് സൈഡിൽ വെച്ചാൽ അതും നല്ലതാണ്. നമുക്കിത് റെഡിയാക്കണം. ഇന്ന് എനിക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ പിന്നെ ഒന്നാമത് ഞാനിന്ന് ഇറച്ചി മീനടിക്കൊന്നും മെനക്കെടാഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മീൻ മേടിക്കാം. ഇപ്പോൾ മേടിക്കണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഇതിന് നിൽക്കാൻ സമയം ഉണ്ടാവില്ല, എനിക്ക് അമ്പലത്തിൽ പോകാനും സമയം ഉണ്ടാവില്ല. പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നത് ചെയ്യുമ്പോഴേക്കും നേരം വൈകും. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി കട്ട് ചെയ്ത് ഒക്കെ കാണിക്കാം കേട്ടോ. തോലൊക്കെ കളഞ്ഞ് ഇതായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിത് കഷ്ണമാക്കണം കേട്ടോ, അരിഞ്ഞ് വെക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ സോയാബീൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ ഇവിടെ നല്ല ഇഷ്ടമാണ്, കടനും ഇഷ്ടമാണ്, പൂജുവിനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുള്ളതാവട്ടെ. എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാനുണ്ട്. ബാക്കിയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി, ഒരു ലേശം ഒരു 8-10-12 ഇത് എന്താ പറയുക അണ്ടിപ്പരിപ്പ് ഞാനിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സോറി, ഞാനത് ആ സോയാബീന് കഴുകാണ്ടെടുത്ത കൈ കൊണ്ടുണ്ട് ഞാനത് തൊട്ടു. അപ്പോൾ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതോടെ ഇരിക്കട്ടെ. അരച്ചിട്ട് നമുക്ക് പേസ്റ്റ് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിന് കിടന്നാവട്ടെ. അപ്പോഴേക്ക് ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാനുണ്ട്, തക്കാളി കട്ട് ചെയ്യാനും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിങ് പരിപാടി കഴിഞ്ഞു.
ഇനി നമുക്ക് ഇത് സോയാബീൻ പാവും അതിന് വേവാതെ ഒന്നുമില്ലല്ലോ, അതിപ്പോൾ റെഡി ആവും. ഇനി അരി അളക്കാം. നമുക്കിതിലൊരു 3 ഗ്ലാസ് അരി ധാരാളം ഉണ്ടാവും, അതെടുക്കാം കേട്ടോ. സോയാബീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. അടുത്ത് റൈസ് റെഡിയാക്കാം. റൈസ് റെഡിയാക്കിയിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് മസാല റെഡിയാക്കാം. പിന്നെ ടൈം ഉണ്ടല്ലോ, നല്ല ചെയ്താൽ മതി, ധൃതിയൊന്നുമില്ല, അവർ വരുമ്പോഴേക്കല്ലേ. അപ്പോൾ നമുക്ക് റൈസ് ഇവിടെ റെഡിയാക്കാം. ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ, നെയ്യ് 1 ടീസ്പൂണും ബാക്കി വെളിച്ചെണ്ണയും അങ്ങനെ കേട്ടോ മസാല റെഡിയാക്കാം. നെയ്യ് ഒരുപാട് ഇടുന്നില്ല, 1 സ്പൂൺ നല്ല കട്ട് ചെയ്യണം. ഓക്കെ, കുറച്ച് നെയ്യ് ആൻഡ് ഇത്തിരി വെളിച്ചെണ്ണ. ഇതിന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക, സവോള വറുത്ത് കോരി മസാലയ്ക്ക് വെക്കണോ ഇതിലേക്ക് വെക്കണോ എന്നുള്ളൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് കുറച്ച് സവാള നിന്ന് വറുത്ത് കോരി ഡെക്കറേഷന് മാറ്റി വയ്ക്കാം. എന്നാൽ പിന്നെ ബാക്കി എന്താക്കിയാൽ മതി, വഴറ്റുമ്പോൾ റെഡി ആക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ കുറച്ച് സവാള വറുത്ത് പോരട്ടെ കേട്ടോ. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി മതി, അതാ ഇത്രയും മതി. ഇതൊന്ന് വറുത്ത് കോരി എടുക്കണം. സവാള വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് റൈസിലേക്ക് ഉള്ള പട്ട ഗ്രാമ്പൂ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 2 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, 2-3 ഏലക്ക, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് കൂടെ ഇട്ട് കൊടുക്കുക. ഇന്ത്യയിലുണ്ട്, അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ പൊട്ടിയിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കണേ. ഓക്കെ, ഇനി ഇതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഉപ്പ് നമുക്ക് ഒന്നും കൂടെ റൈസ് ഇട്ടിട്ട് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മസാല റെഡിയാക്കണമെങ്കിൽ റെഡിയാക്കാം. സമയമുള്ളതുകൊണ്ട് ഞാൻ നോക്കട്ടെ, അപ്പം അതിനനുസരിച്ച് ചെയ്യാം. അതെന്തായാലും അടച്ചു വെക്കട്ടെ. ഓക്കെ, അത് അടച്ച് വെച്ചിട്ടുണ്ട്. മസാല റെഡിയാക്കാം കേട്ടോ. ഇനി അപ്പം അതിലേക്ക് ഒരു ലേശം കൂടെ നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ, ഇത്രയും വെളിച്ചെണ്ണ. ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആദ്യം ഒന്ന് വറുത്ത് കോരി വയ്ക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ മൂത്തിട്ട് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മുന്തിരി കൂടെ തട്ടിക്കിട്ടും. ഇത് റെഡിയായി. ഇത് വറുത്ത് പോരാ കേട്ടോ. അരിഞ്ഞ് വെച്ച സവാളയും കൂടെ തട്ടി കൊടുക്കാം. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതാ അരി നമുക്കൊന്ന് കഴുകിയിട്ട്, 2 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടോ. അപ്പോഴേക്കും അത് തിളച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി കഴുകിയിട്ട് ഇത് ഊറ്റണം. നല്ലോണം വെള്ളം ഇതിനകത്ത് പോകണം. എന്നിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു ചെറുനാരങ്ങ നീര് ഒഴിക്കണം കേട്ടോ. ഒരു മുറി
ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുക. ഇത് അടച്ചു വെച്ചിട്ട് ഉപ്പുണ്ടോന്ന് ഈ സമയത്തൊന്ന് നോക്കിയിട്ട് ഇത്തിരി കൂടെ ഒരു ഉപ്പ് വേണം. ഓവറാവണ്ട, നമുക്ക് മസാലയിലും കൂടെ ചേർക്കാനുള്ളതല്ലേ. ഇത് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റട്ടെ. ഞാൻ വറ്റിയിട്ടാണ്, ഊറ്റല്ല, വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം അതങ്ങനെ റെഡി ആവട്ടെ. നമ്മുടെ മസാല എന്തായാലും നമുക്ക് നോക്കാം. ഉള്ളി മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇങ്ങോട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ബാക്കി നോക്കാം. അത് ഇടാൻ മറന്നിരുന്നു, ഇപ്പം ഒക്കെ ഇട്ട് പോയിരുന്നു. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ നല്ലൊന്ന് വഴണ്ടി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കാര്യം വിട്ടുപോയി, സോയാബീൻ നമ്മൾ ഇങ്ങനെ ഒന്നും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് വേറെ കുറച്ച് എണ്ണയിലൊന്നും, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി മറുത്ത് കോരുമ്പോൾ അതിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. എനിക്ക് വിട്ടു പോയതാ, ഞാനത് മറന്നു പോയതാ. അപ്പോൾ അത് നമുക്ക് ഇതൊക്കെ മസാല റെഡിയാക്കിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉപ്പും മുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ട് ലേശം എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ മതി. അതിൽ ചെയ്താൽ മതിയായിരുന്നു, മറന്നുപോയി. നമ്മുടെ അരി ഇടയ്ക്ക് ഒന്ന് റൈസ് ഒന്ന് നോക്കി നോക്കണം, വേവിന് വല്ല അടി പിടിക്കുകയോ അല്ലെങ്കിൽ വെള്ളം വറ്റി വല്ലാണ്ട് തീയില വേണ്ട. ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ഒന്ന് മീഡിയം സിമ്മിലിട്ട് ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട. പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളക് കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്ത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം മൂക്കണേ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ. എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം നമുക്ക് കേട്ടോ. തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇതാ. ഇതിൽ നിറയെ മുളക് പൊടി, ഇത്രയും മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം മൂക്കട്ടെ. എന്നിട്ട് ലേശം തൈരൂടെ ചേർത്ത് കൊടുക്കുക. തീ സിമ്മിലിട്ടിട്ട് പൊടി ചേർക്കാൻ പാടുള്ളൂ. തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞിട്ട് ബിരിയാണിക്ക് വേറൊരു ചൊയ വരും. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് വലിയ രസമുള്ള കാര്യമാണ്. 1 മിനിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. മസാലയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കട്ടയൊക്കെ കെട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ആവശ്യത്തിന് ഇത് വേവാനുള്ള കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് വേവട്ടെ, കഷ്ണം വേവട്ടെ. ഉപ്പ് നോക്കാം ഈ ടൈമിൽ. ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇതാ റെഡിയായി. ഒരു 5 മിനിറ്റ് കൂടെ മാക്സിമം. അടിപൊളിയായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇവിടെ റെഡി ആക്കട്ടെ. റൈസ് റെഡി ആയാൽ നമുക്കിതിനകത്ത് സോയാബീൻ മൂപ്പിക്കാൻ വെക്കാം. അത് ചെയ്യാൻ വേണ്ടി മറന്നില്ല. അപ്പോൾ ബിരിയാണിയുടെ കാര്യം അതിനിടയിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിരിയാണി ആദ്യമൊന്നും ഉണ്ടാക്കാറില്ല. എൻ്റെ അമ്മ ഒറ്റപ്പാലക്കാരിയാണ് കേട്ടോ, പാലക്കാട് ഏരിയയാണ്. ഒറ്റപ്പാലത്ത് അമ്മയുടെ വീട് അവിടെ. അപ്പോൾ അമ്മയ്ക്ക് സദ്യ ഐറ്റംസ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ഇപ്പോൾ ഇറച്ചി മീനൊക്കെ അസലായിട്ട് വെക്കും കേട്ടോ. പക്ഷെ അച്ഛൻ ഇവിടെ മലപ്പുറത്താണല്ലോ. അച്ഛന് സദ്യയും പച്ചക്കറി ഐറ്റംസ് ഒന്നും പോവുകയില്ല. ഡെയിലി മീൻ വേണം. മീൻ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ മീനല്ല, മീനിൻ്റെ ഒരു കഷ്ണമെങ്കിലും, ഒരു തലയുടെ കുഞ്ഞിയ കഷ്ണമെങ്കിലും കിട്ടിയാൽ അച്ഛന് ചോറ് ഇറങ്ങുള്ളൂ. അപ്പോൾ
അച്ഛൻ അസലായിട്ട് ഇറച്ചി മീനും കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ. മീൻ ഏത് തരം മീൻ കൊണ്ടുവന്നാലും റെഡിയാക്കും, ഒക്കെ ചെയ്യും. ചിക്കനും എല്ലാം വെക്കും, ബീഫൊക്കെ വെക്കും. അപ്പോൾ ബിരിയാണി എനിക്ക് വെക്കാൻ അറിയില്ല, അമ്മയ്ക്ക് വെക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ചെറുത് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ബിരിയാണി വെക്കാൻ അച്ഛൻ പറയും. അപ്പം അപ്പുറത്തേക്കുള്ള താത്താരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഇത്ര ക്ലാസ്സിന് എങ്ങനെ വെക്കുക, അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിനെ പറ്റി അന്നൊന്നും യൂട്യൂബും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടില്ല. അന്ന് കുക്കിംഗ് ബുക്ക്, ആ ബുക്കിനകത്ത് റെസിപ്പീസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പീസ് നമ്മൾ റേഡിയോന്നോ അങ്ങനെ ടി വിന്നൊക്കെ കേൾക്കുമ്പോൾ എഴുതിയെടുത്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം. അങ്ങനെ 2-3 നമ്മുടെ അടുത്ത താത്താരൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കും, ഫ്ലോപ്പ് ആവും. ഒന്നില്ലെങ്കിൽ വെള്ളം കൂടും, ഇല്ലെങ്കിൽ വേവില്ല, അല്ലെങ്കിൽ അങ്ങനെയും ഇങ്ങനെയും ബിരിയാണി മൊത്തക്കോളാവും എങ്ങനെ പോയാലും. ഇപ്പോഴും എനിക്കെൻ്റെ മൈൻഡ് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഫ്ലോപ്പായി പോകാറുണ്ട് കേട്ടോ. അതിൻ്റെ കയ്യിലല്ല മൈൻഡ്, അതുകൊണ്ട്. അല്ലാതെ എനിക്ക് എനിക്ക് എന്താണെന്നറിയില്ല, ആ ഫുഡ് എങ്ങനെ വെച്ചാലും കൊളായി പോകും. സെയിം നമ്മൾ വെക്കുന്ന സാധനം തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ കേറ്ററിങ്ങിന് അതിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുവരെയൊന്നും അങ്ങനെ അബദ്ധമോ തെറ്റോ ഒന്നും ദൈവം കാത്തിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ വെക്കുന്ന ഫുഡുകൾ ഫ്ലോപ്പ് ആവാറുണ്ട്. അപ്പോൾ ആ അന്നത്തെ കാലത്ത് അച്ഛ പറയും, അന്ന് പൈസ ഉണ്ടാവില്ല, ഇത് വെക്കാനുള്ള കൊതി കൊണ്ടൊക്കെ സ്വന്തമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം കൊള്ളാകുമ്പോൾ അച്ഛ പറയും കുഴപ്പമില്ല, അടുത്തത് ഇപ്പോൾ വേവല്ലേ കുറവ്, അപ്പം അടുത്തത് അര കിലോ വെച്ചിട്ടാട്ടോ നോക്കി നോക്കാം. പൊട്ടയാലും എല്ലാവരും കഴിക്കും, കൊണ്ട കളയാനൊന്നും മാർഗമില്ലല്ലോ. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടും ഇത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ബിരിയാണി വെക്കുന്ന എങ്ങനെയെങ്കിലും പഠിക്കണം, അത് നടക്കണമല്ലോ. അങ്ങനെ ഓരോ പ്രാവശ്യം വെച്ചിട്ട് അതങ്ങോട്ട് റെഡിയായി. അപ്പോൾ എന്തും നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ തെറ്റ് പറ്റും. അതെന്ത് കാര്യം അങ്ങനെ തന്നെയാണ്, അബദ്ധം പറ്റും, തെറ്റ് പറ്റും, പാടെ പോകും. അപ്പോൾ നെക്സ്റ്റ് അതെന്താണ് ആ തെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മാറ്റി വരുമ്പോൾ നമുക്ക് നല്ലതായിട്ട് കിട്ടും. അത് ഫുഡാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളായാലും അങ്ങനെ തന്നെയാണ്. തെറ്റെന്നാണ് നമ്മൾ ശരി പഠിക്കുക. തെറ്റി പോകുമ്പോൾ അടുത്ത് നമുക്ക് നെക്സ്റ്റ് അതിലെന്തായിരുന്നു തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് മാറ്റി വെക്കുമ്പോൾ ആ സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലാതെ തെറ്റാണെന്ന് പറഞ്ഞാൽ അതന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ സംഭവം പൊട്ടയാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ ബിരിയാണിയുടെ കഥ അങ്ങനെയാണ് പറയാം. അങ്ങനെ അച്ഛക്ക് പിന്നെ എനിക്ക് അസലായിട്ട് അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്, ഇറച്ചി മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പച്ചക്കറി ഐറ്റംസ് സദ്യയൊക്കെ ആണെങ്കിൽ അച്ഛന് വലിയ ഇഷ്ടമല്ല. ഇറച്ചി മീനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അതുപോലെ തന്നെയാണ് എൻ്റെ ഏട്ടനും കേട്ടോ, ബ്രദറിനും. അവന് എന്തൊക്കെ ഉണ്ടായാലും ഇറച്ചി മീൻ എന്തെങ്കിലും വേണം, ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നേ ഉള്ളൂ. അനിയൻ അങ്ങനെയൊന്നുമല്ല, അവനിപ്പോൾ ഒരു ഉണക്കമുളക് ചുട്ടതായാലും അവൻ ഫുഡ് കഴിച്ചോളും. അപ്പോൾ ഓരോരുത്തരും ഓരോ പോലെ ഇറച്ചി മീൻ ഇപ്പം നമുക്ക് എല്ലാവർക്കും, ചിലവർക്ക് അധികം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ മീനാണ് നമുക്ക് അധികം പിടിക്കാത്തത്. എപ്പോഴും മീനാകുമ്പോൾ എനിക്ക് നമ്മുടെ അടുക്കളയും ഒക്കെ കൂടെ ആ ഒരു സ്മെല്ല് നമുക്ക് പെട്ടെന്ന്, നമ്മൾ കഴിക്കണവരാകുമ്പോൾ നമുക്ക് ആ സ്മെല്ല് അറിയില്ല. പക്ഷെ നമ്മൾ 2-3 ദിവസം മീൻ വാങ്ങാണ്ട് നിൽക്കുമ്പോൾ ആ മീനിൻ്റെ സ്മെല്ല് നമുക്ക് പെട്ടെന്നൊരു സുഖമില്ലായ്ക തോന്നും. അപ്പോൾ പിന്നെ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് അടുക്കളയും പാത്രങ്ങളൊന്നും വൃത്തിയാവാത്ത പോലെ തോന്നും. അപ്പോൾ അടുപ്പിച്ച് മീൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇപ്പം ഞാൻ കുറേ ആയിട്ട് അടുപ്പിച്ച് മീൻ വാങ്ങണ്ട എന്നുള്ള രീതിയിലേക്ക് ചില ചിക്കനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ 3 നാളേ കഴിക്കുള്ളൂ. അപ്പോൾ അതന്നെ ഉണ്ടാവും ഞങ്ങൾക്ക് 2-3 ദിവസം വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് ബിരിയാണി കഥ. ബിരിയാണി ഇപ്പം അടുത്തുണ്ട്, ഫ്ലോപ്പായിട്ടുണ്ട്. അതെ, ഫ്ലോപ്പാകുമ്പോൾ ഇടയ്ക്ക് ശരിയാവും. അങ്ങനെയൊക്കെ പുറത്തേക്ക് വെച്ചു കൊടുക്കുമ്പോൾ എന്തായാലും ഇതുവരെ അബദ്ധം പറ്റിയിട്ടില്ല. അപ്പോൾ ഏതോ അന്നപൂർണേശ്വരി കാക്കുന്നതായിരിക്കും, അപ്പം റെഡി ആവാറുണ്ട്. ഇനി ഇത് റെഡി ആവട്ടെ. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സോയാബീന് വറുത്തെടുക്കാം കേട്ടോ. ചട്ടി വെച്ചു കേട്ടോ, അത് ചൂടായി. ഇനി നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് മറന്നുമില്ലേ, ഇതിപ്പോൾ കൈയോടെ തീർന്നായിരുന്നു. ലേശം ഒത്തിരി മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മുളക് പൊടി, പിന്നെ ഒരു പൊടിക്ക് ഉപ്പ് കേട്ടോ. ഉപ്പ് കൂടണ്ട, നമ്മുടെ മസാലയിലേക്ക് ഓൾറെഡി നമ്മൾ ഉപ്പിട്ട കാരണം ഒരു ഇത്തിരി ഉപ്പിട്ടെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ സോയാബീൻ കൂട്ടനെ എടുക്കുക, ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മുരിയണ വരെ ഇളക്കി കൊടുത്തിട്ട് റെഡിയാക്കാം. ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അത് അരച്ചിട്ട് ഇതിൽ ചേർത്താണ്. അരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അതും കൂടെ ഇതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ എൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് എടുക്കുന്നുള്ളൂ കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇടുമ്പോൾ
ഒരു റിച്ച് ഫീൽ കിട്ടും. ആ ഒരു സംഭവത്തിന് ഭയങ്കര ടേസ്റ്റ് മാറ്റം വരും. അപ്പം അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പും പുതിനയും കൂടെ അരിഞ്ഞ് വെച്ചതാണ് അതുകൂടെ ചേർക്കാം. ഇത്തിരി ചേർത്താൽ മതി, ബാക്കി നമുക്ക് ആവശ്യമില്ലേ. ഇതൊന്ന് കുറച്ച് റൈസ് നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം. അത് ഇതിൽ തന്നെ നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, വെന്ത് തുടങ്ങിയിട്ടൊന്നുമില്ല. റൈസും അടിപൊളിയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഓക്കെ, ഇത്ര മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് താഴത്തേക്ക് വയ്ക്കാം. തീയൊക്കെ സ്റ്റവൊക്കെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് റൈസ് ഒന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം മസാല ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം. മൊത്തം ഇട്ട് കൊടുത്തു. കാണില്ലേ? മൊത്തം ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തു. അതിൻ്റെ ശേഷം നമ്മുടെ സോയാബീൻ അതും കൂടെ തട്ടി അതും എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തു. ഇതിൻ്റെ മേലെ കൂടെ തന്നെ, ഗ്രേവിയുടെ മേലെ തന്നെ. ഇനി അല്ല, ഈ സോയാബീൻ പൊരിച്ചിട്ട് നമുക്ക് ഗ്രേവിയുടെ കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം അതിൻ്റെ ഗ്രേവി മസാലയൊക്കെ പിടിക്കും. ഞാൻ പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേശം ഉള്ളി മൂപ്പിച്ചത്, അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ചിട്ടാൽ ഇത്തിരി ചപ്പും കൂടെ, മല്ലിച്ചപ്പും പുതിനയും കൂടെ വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കി റൈസ് കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. തട്ടിക്കൊടുത്തു. ഒന്ന് റെഡി ആക്കിയിട്ട് ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയും സവളയും കൂടെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറിയിട്ട് ഈ മല്ലിച്ചപ്പും വിതറി കൊടുക്കുക. എന്നിട്ട് ഇത്തിരി ലേശം നെയ്യ് ഇങ്ങനെ ഇതിൻ്റെ പക്കത്ത് കൂടെ മൊത്തം ഇങ്ങനെ ഒന്ന് മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്യ്, തൈര്, വെണ്ണ, ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടച്ചു വെച്ചു. ഇത് സ്റ്റീലിൻ്റെ പാത്രമാകുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. ഇന്ത്യയിൽ ബിരിയാണി ചെമ്പ് ചെറുതില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓക്കെ, ഇനി ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പൊട്ട പാനലുണ്ടായിരുന്നു, ഒഴിവാക്കിയത്. അപ്പോൾ അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ അടി പിടിക്കും കാര്യമൊന്നുള്ള ടെൻഷനില്ല. അതങ്ങനെ ആവട്ടെ. വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ, അങ്ങനെ കൂടെ പൊട്ടിത്തെറിക്കണം. ഓക്കെ, എന്നാൽ പിന്നെ സമാധാനപ്പെടുന്നുള്ളൂ. ഇത് കയറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, 5-10 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് മതി. അങ്ങനെ നിൽക്കട്ടെ. ഒന്ന് ആവിയൊക്കെ പിടിച്ച മസാലയ്ക്ക്, ആ നെയ്യിൻ്റെയും മസാലയുടെയും ഒക്കെ ആ മസാലയ്ക്കെല്ലാം റൈസിലേക്ക് പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകണമെന്ന് വിചാരിക്കുന്നു. മുടക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിരിയാണിയൊക്കെ വെച്ച് റെഡി ആയി കഴിയുമ്പോൾ അപ്പോൾ ഞാൻ എന്താക്കിച്ച് അവിടെ അടുക്കള മൊത്തം ഒന്ന് ക്ലീൻ ആക്കി തുടച്ചിട്ടു. അടുക്കള അടിച്ചു വാരിയിട്ടു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതൊക്കെ മോറി കഴുകി ഒതുക്കി വെച്ചു. ഇതാ ബിരിയാണി സെറ്റാട്ടോ. ഇനി നമുക്കിത് പിള്ളേർ വന്നിട്ട് പൊട്ടിക്കാം. അതുവരെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വരാൻ വേണ്ടിയിട്ട്, പൂജിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒരു 5:30 കഴിഞ്ഞു, 5:45 അടുത്തു, 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് അവന് ഞാൻ ബിരിയാണിയൊക്കെ വാരി കൊടുക്കുകയാണ്. യൂണിഫോം ഒന്നും അഴിക്കാനുള്ള നേരത്തെ ആൾക്ക് വേഗം കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.